കോട്ടയം തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ പാടങ്ങളിൽ പുഞ്ചകൃഷി ആരംഭിച്ചിട്ട് 70 ദിവസങ്ങൾ പിന്നിടുന്നു. ഇനി 40 ദിവസങ്ങൾക്ക് ശേഷം വിളവെടുക്കാം. ഏകദേശം 9,000 ഹെക്ടറിലധികം നെൽകൃഷിയാണ് ഇവിടെയുള്ളത്. എന്നാൽ കൊയ്ത നെല്ല് എങ്ങനെ കരയ്ക്കടുപ്പിക്കും എന്നുള്ള ആശങ്കയാണ് ഇപ്പോൾ കർഷകർക്കുള്ളത്. കോട്ടയം ആലപ്പുഴ ജലപാതയിലാകെ പോള നിറഞ്ഞതോടെയാണ് ഇവർ പ്രതിസന്ധിയിലായത്. ജലമാർഗം മാത്രമേ ഈ പാടശേഖരങ്ങളിലേക്ക് എത്താൻ സാധിക്കൂ. വേനൽ കടുത്തതോടെ കൃഷിക്കായും ഏറെ ജലം ആവശ്യമാണ്. പോള കയറിയതിനാൽ അഴുകി കറുത്ത വെള്ളം പാടശേഖരത്തോട് ചേർന്ന കായലിൽ നിന്ന് കടത്തിവിടുന്നത് കൃഷിക്കും ഗുണകരമാവില്ല എന്നാണ് കർഷകരുടെ അഭിപ്രായം. കർഷകർക്ക് ഇപ്പോൾ പാടശേഖരങ്ങളിലേക്ക് പോകാൻ എത്തി നോക്കാൻ പോലും പറ്റാത്ത സാഹചര്യം. കാരണം ഈ പാടത്തിൻ്റെ അതായത് ജെ ബ്ലോക്ക് 9,000, പിന്നെ മാരാങ്കായലെ NM ബ്ലോക്ക്, പുതിയേരി, ഈ പാടങ്ങളുടെ തോടുകളിലെല്ലാം കംപ്ലീറ്റ് പോള കയറി നിറഞ്ഞിരിക്കുകയാണ്. ഈ സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് പോലും റോഡ് മാർഗ്ഗം എത്താനായിട്ട് സാധിക്കുന്നില്ല ഈ പോള കാരണം. ഈ പോള ഇപ്പം കിടന്ന് ചീഞ്ഞ് വെള്ളം അഴുക്കായി പിന്നെ ഒന്ന് കുളിക്കാൻ പോലും പറ്റുന്നില്ല. ഈ ഒരു സാഹചര്യത്തിലേക്കാണ് മത്സ്യത്തൊഴിലാളികളൊക്കെയാണ് അപ്പോൾ വിഷമിക്കുന്നു. കർഷകരും കർഷകത്തൊഴിലാളികളും പാടങ്ങളിലേക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. കോട്ടയം ആലപ്പുഴ ജലപാതയുടെ ഭാഗമായ കാഞ്ഞിരം കായലിലും പഴുക്കാൻ മല കായലിലും പോള തിങ്ങി നിറഞ്ഞു. ഇത് കാരണം ബോട്ടുകൾ കടന്നുപോകാനും ഏറെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. പോള നശിപ്പിക്കാനുള്ള മരുന്നുകൾ ഉപയോഗിക്കാൻ കഴിയാത്തതിനാൽ മെഷീൻ ഉപയോഗിച്ച് ഇവ നീക്കം ചെയ്യുക മാത്രമാണ് ഏക പ്രതിവിധി. എന്നാൽ ഇതിന് പഞ്ചായത്ത് തലത്തിൽ യാതൊരു ഫണ്ടും ഇല്ലാത്തതിനാൽ കർഷകരുടെ നേരിട്ടുള്ള ഇടപെടലിലാണ് പോള നീക്കം ചെയ്യുന്നത്. നെൽകർഷകർക്ക് ഭാരിച്ച നഷ്ടവും ഇതിലൂടെ ഉണ്ടാകുന്നതായാണ് പരാതി. അതിനാൽ സർക്കാർ തലത്തിൽ പോളശല്യം കാരണം ദുരിതമനുഭവിക്കുന്ന പഞ്ചായത്തുകളിൽ പ്രത്യേക പദ്ധതി രൂപീകരിച്ച് നടപടി സ്വീകരിക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. സി മലയാളം ന്യൂസ്, കോട്ടയം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.